അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അപ്പോൾ അഖീദയിലെ 4-ാമത്തെ പാഠാണ്. നമ്മൾ ഇതുവരെ പറഞ്ഞത് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്തുകളാണ്. നമ്മൾ പറഞ്ഞു അള്ളാഹുവിന് 20 വാജിബായ സിഫത്തുകളുണ്ട്. അതൊക്കെ നമ്മൾ പഠിച്ചു. ഇനി അള്ളാഹുവിൻ്റെ മുസ്തഹീലായ സിഫത്ത്, അള്ളാഹുവിനെ ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ. വാജിബായ സിഫത്ത് 20 എണ്ണമാണ്. മുസ്തഹീലായ ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾ 20 എണ്ണാണെന്ന് നമ്മൾ പഠിച്ചു. പക്ഷെ എന്താണ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ വാജിബായ സിഫത്തിൻ്റെ നേരെ എതിരായിരിക്കും, ഓപ്പോസിറ്റായിരിക്കും മുസ്തഹീലായ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതായ സിഫത്തുകൾ. നോക്ക്, അള്ളാഹു മുനസ്സഹുൻ, അള്ളാഹു ഒഴിവായവനാണ്. പറയുന്നതായ സിഫത്തുകളിൽ നിന്ന് അള്ളാഹു ഒഴിവായവനാണ്. അള്ളാഹുവിന് വാജിബായ 20 സിഫത്തുകൾ നാം പഠിച്ചു. അള്ളാഹുവിന് ഉണ്ടാവേണ്ടതായ 20 ആട്രിബ്യൂട്ട്സ്, വിശേഷണങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അവക്ക് വിപരീതമായ സിഫത്തുകൾക്ക് മുസ്തഹീൽ, അതായത് വാജിബായതിൻ്റെ ഓപ്പോസിറ്റായി വരുന്നതിന് മുസ്തഹീൽ എന്ന് പറയപ്പെടും. അപ്പോൾ മുസ്തഹീൽ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ വാജിബായ സിഫത്തിൻ്റെ ആട്രിബ്യൂട്ട്സിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളതായ ആട്രിബ്യൂട്ട്സാണ് മുസ്തഹീൽ. അവ അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതാകുന്നു. അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ല. അവ നമുക്ക് പഠിക്കാം. നോക്ക്, 3 ഹെഡിങ് ആണ് അവിടെ മുകളിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. വാജിബായ സിഫത്തുകൾ, മുസ്തഹീലായ സിഫത്തുകൾ, അർത്ഥം. വാജിബായ സിഫത്തുകൾ 20 നമ്മൾ പഠിച്ചല്ലോ. ഒന്നാമത് എന്താ? വുജൂദ്. അതിൻ്റെ മുസ്തഹീൽ എന്താ? അദുമ്. വുജൂദ് എന്ന് പറഞ്ഞാൽ ഉണ്ടാവുക, അദുമ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഇല്ലാതിരിക്കൽ. മനസ്സിലായോ? ഇനി രണ്ടാമത് നോക്ക്, ഖിദമ്. എന്നുണ്ടായിരിക്കുക, അല്ലേ? മുമ്പേ ഉണ്ടായിരിക്കുക. അതിൻ്റെ മുസ്തഹീലായത് എന്താണ്? ഹുദൂസ്, പുതുതാവൽ, പുതിയതായി ഉണ്ടാവുക, മുമ്പേ ഉണ്ടായതല്ല. അപ്പോൾ വാജിബായ സിഫത്ത് ഖിദമ്, വാജിബായ സിഫത്ത്. അതിൻ്റെ മുസ്തഹീൽ ഹുദൂസ്, അതിൻ്റെ അർത്ഥം പുതിയതാവൽ. ഇനി ബഖാ, എന്നൊന്നും നിലനിൽക്കൽ. അത് അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്താണ്, അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായതാണ്. അതിൻ്റെ മുസ്തഹീൽ എന്താ? ഫനാ. എന്താണ് അതിൻ്റെ അർത്ഥം? നശിക്കൽ. ബഖാ നമ്മൾ പറഞ്ഞു നശിക്കാതിരിക്കൽ, എന്നൊന്നും ഉണ്ടാവുക. അതിൻ്റെ മുസ്തഹീൽ ഓപ്പോസിറ്റ് എന്താ? ഫനാ. നമ്മളത് വിശദീകരിച്ചിരുന്നു. അള്ളാഹുവിന് ഉണ്ടാവൽ നിർബന്ധമായ വാജിബായ സിഫത്തുകൾക്ക് നേരെ ഓപ്പോസിറ്റ് വരുന്നതാണ് മുസ്തഹീൽ. അതാണ് നമ്മൾ പറയുന്നത്. ഇനി 4-ാമത്തെ അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്ത് എന്താ? മുഖാലഫത്തുലിൽ ഹവാദിസി, സൃഷ്ടികളോട് എതിരാവാം. അതിൻ്റെ മുസ്തഹീൽ എന്താ? മുമാസലത്തുലിൽ ഹവാദിസി, അർത്ഥം എന്താ? സൃഷ്ടികളോട് തുല്യമാവാം, സൃഷ്ടികളെ പോലെ ആവാം, അല്ലേ? അതിനെപ്പോലെ ആവാം. അപ്പോൾ അതാണ് മുസ്തഹീലായ സിഫത്ത്. ഇനി 5-ാമത്തതോ? ഖിയാമും ബിൻ നഫ്സി, സ്വയം നിലനിൽക്കാൻ വേണ്ടി കഴിയും റബ്ബിന്. അതാണ് വാജിബായ സിഫത്ത്. അതിൻ്റെ മുസ്തഹീൽ എന്താ? ഇഹ്തിയാജ്. എന്താ? ആവശ്യമായിട്ട് വരാം മറ്റുള്ളവരിലേക്ക്. അന്യാശ്രയം, അല്ലേ? ആശ്രയം ഉണ്ടാവുക, മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരിക. അത് മുസ്തഹീൽ, അള്ളാഹുവിന് ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. മനസ്സിലായിട്ടുണ്ടാകും. മനസ്സിലാവുന്നില്ലെങ്കിൽ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. പിന്നെ 6-ാമത്തത് വഹ്ദാനിയത്ത്. നമ്മൾ പറഞ്ഞു വാജിബായ സിഫത്ത് അള്ളാഹുവിന് വഹ്ദാനിയത്ത്, ഏകനായിരിക്കുക. അതിൻ്റെ മുസ്തഹീൽ എന്താ? തഅദ്ദുദ്. അതിൻ്റെ അർത്ഥം എന്താ? ഒന്നിലധികമാവുക. വഹ്ദാനിയത്തിൻ്റെ ഓപ്പോസിറ്റ് ഒന്നല്ലാതിരിക്കുക, അതായത് ഒന്നിലധികമാവുക. അടുത്തതെന്താ? ഖുദ്റത്ത്. ഖുദ്റത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് എന്താ? അജ്സ്, കഴിവില്ലായ്മ. അള്ളാഹുവിന് കഴിവുണ്ടാവുക എന്നുള്ളതാണ് വാജിബായ സിഫത്ത്, കഴിവില്ലായ്മ എന്നുള്ളത് മുസ്തഹീലാണ്. ഇറാദത്ത്, ഉദ്ദേശിക്കുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? കറാഹത്ത്, ഉദ്ദേശമില്ലായ്മ. ഇനി 9-ാമത്തത് ഇൽമ്, അള്ളാഹുവിന് ഇൽമ ഉണ്ടായിരിക്കുക. അതിൻ്റെ ഓപ്പോസിറ്റ് എന്താണ്? മുസ്തഹീൽ എന്താണ്? ജഹ്ല്, അറിവില്ലായ്മ എന്നത് ജഹലിൻ്റെ അർത്ഥമാണ്. ഹയാത്ത്, 10-ാമത്തത് ഹയാത്ത്, അള്ളാഹുവിന് ജീവൻ ഉണ്ടായിരിക്കുക, അല്ലേ? അതിൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കും? മൗത്ത്. മുസ്തഹീൽ മൗത്ത്, മരണം. ഇനി 11-ാമത്തത്
സമഅ് വാജിബായ സിഫത്ത്, അതിൻ്റെ മുസ്തഹീൽ എന്താണ്? സമം, എന്താ? കേൾവിയില്ലായ്മ. സമഅ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുക എന്ന് പറഞ്ഞു. ബസർ, അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്ത് എല്ലാം കാണുക, അതിൻ്റെ മുസ്തഹീൽ എന്താ? അമ്മ, എന്താ? കാഴ്ചയില്ലായ്മ, അല്ലേ? പിന്നെ 13ാമത് നോക്ക്, അള്ളാഹുവിൻ്റെ വാജിബായ സിഫത്ത് കലാമ്, സംസാരിക്കാം, അതിൻ്റെ മുസ്തഹീൽ എന്താണ്? ബക്കം, എന്താ? സംസാരമില്ലായ്മ. ഇനി 14ാമത്തത് കൗനുഹു ഖാദിറൻ, അവൻ ഖാദിറായിരിക്കുക, കഴിവുള്ളവരായിരിക്കുക. കഴിവുണ്ടാവുക എന്നുള്ളതും ആ കഴിവിനെ പ്രകടിപ്പിക്കുമ്പോൾ അവനക്ക് ഉണ്ടാവുക എന്നുള്ള സിഫത്ത് വ്യത്യാസം ഉണ്ടാവും. കുതിരത്ത് അവനക്കുണ്ട്, ആ കുതിരത്ത് അവൻ എന്താ ചെയ്യുമ്പോൾ, കാണിക്കുമ്പോൾ, അത് കാണിക്കൽ എന്നുള്ളത് വേറൊരു സിഫത്തായിട്ട് വരും. അതൊക്കെ നമ്മൾ വിശദീകരിച്ചു. കൗനുഹു ഖാദിറൻ, ഒരാൾക്ക് കഴിയുന്ന ഒരാളുണ്ടാവും, ഒരു സ്കില്ല് ഒരു മനുഷ്യനുണ്ടാവും. ആ സ്കില്ല് പ്രവർത്തിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. അതായത് അവൻ്റെ ജീവിതത്തിൽ ഒരു സ്കില്ലുണ്ടാകും, ആ സ്കില്ല് പ്രകടമാക്കാൻ കഴിയൂല, അങ്ങനത്തെവരുണ്ടാകും. എന്നാൽ അള്ളാഹുവിൻ്റെ കേസിൽ അങ്ങനെയല്ല. കുതിരത്ത് ഉണ്ടാവലോടുകൂടെ അത് കൗനുഹു ഖാദിറൻ, അവന് ഖാദിറാവാനും കഴിയും, എല്ലാം എന്താ നടപ്പാക്കാനും അവർക്ക് കഴിയും. കൗനുഹു ഖാദിറൻ, അവൻ ഖാദിറാവ. അതിൻ്റെ മുസ്തഹീൽ എന്താ? കൗനുഹു ആജിസൻ, കഴിവില്ലാത്തവനാവൽ. ഇനി 15ാമത്തെ സിഫത്ത് കൗനുഹു മുരീദൻ, മുരീദ്, ഇറാദത്ത് എന്നുള്ള സിഫത്ത്, ആട്രിബ്യൂട്ട്സ് അവൻ ഉണ്ടാവലോടുകൂടെ അതിനെ പ്രകടമാക്കാൻ, ആ ഇറാദത്ത് അവനക്ക് സംഭവിപ്പിച്ചിട്ട് മുരീദാവാൻ, അല്ലേ? ഫിഅല് എന്നുള്ളത് പ്രവൃത്തി, ആ പ്രവൃത്തി വരുമ്പോഴാണ് ഫാഇൽ. അടിക്കാൻ കഴിവുള്ളവനും, അല്ലെ, ഒരു മനുഷ്യന് അടിക്കാൻ കഴിയും, അപ്പോൾ അവനക്ക് അടിക്കാൻ കഴിയുമെന്ന് പറയാം. എന്നാൽ അവൻ അടിച്ചതിന് ശേഷം നമുക്ക് എന്താവാൻ വേണ്ടി പറ്റുള്ളൂ? അവൻ അടിച്ചവനാണ് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. എന്ന പോലെ നമ്മൾ മുമ്പത് വിശദീകരിച്ചിരുന്നു, ഇറാദത്ത് എന്നുള്ളത് അവൻ്റെ സിഫത്താണ്, അള്ളാഹുവിൻ്റെ സിഫത്താണ്. ആ ഇറാദത്ത് അവൻ ചെയ്യുമ്പോഴാണ് കൗനുഹു മുരീദൻ, അവൻ എന്താവാ? മുരീദാവാ, എന്താ? ഉദ്ദേശിച്ചത് നടപ്പാക്കുന്നവനാവാ. കൗനുഹു, അതിൻ്റെ മുസ്തഹീൽ എന്താ? കൗനുഹു കാരിഹൻ, ഉദ്ദേശമില്ലാത്തവനാവൽ. ഇനി കൗനുഹു ആലിമൻ, ഇൽമുണ്ടായതിന് ശേഷം അവന് ആലിമുമാണ്, അതിൻ്റെ മുസ്തഹീൽ എന്താ? കൗനുഹു ജാഹിലൻ, അറിവില്ലാത്തവനാവൽ. ഇനി 17ാമത്തെ നോക്ക്, കൗനുഹു ഹയ്യൻ, ജീവൻ ഉണ്ടായിരിക്കുക. അതിൻ്റെ മുസ്തഹീൽ എന്താ? കൗനുഹു മയ്യിതൻ, ജീവനില്ലായ്മ, അല്ലെ? ജീവനില്ലാതാവൽ. അതിൻ്റെ അർത്ഥം കൗനുഹു സമീഅൻ, കേൾക്കുന്നവനാവൽ. കൗനുഹു അസമ്മ, മുസ്തഹീൽ കൗനുഹു അസമ്മ, കേൾവില്ലാത്തവനാവൽ. കൗനുഹു ബസീറൻ, എന്താ? ബസീറൻ എന്നുള്ളത് കൗനുഹു ബസീറൻ വാജിബായ സിഫത്താണ്. അതിൻ്റെ മുസ്തഹീൽ എന്താ? കൗനുഹു അഅ്മ, കാഴ്ചയില്ലാത്തവനാവൽ. കൗനുഹു മുതകല്ലിമൻ, അവൻ മുതകല്ലിമാവ. അതിൻ്റെ മുസ്തഹീൽ എന്താ? കൗനുഹു അബ്കം, സംസാരമില്ലാത്തവനാവൽ. അതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്തുകൾ ഒന്നാണ് നമ്മൾ പറഞ്ഞിരുന്നു മുമ്പ്, അല്ലേ? എന്താ? അത് നോക്ക്, അള്ളാഹുവിന് ജായിസായ സിഫത്ത് ഒന്ന് മാത്രമാണ്. നോക്ക്, ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു, അവന് സാധ്യമായ അല്ലെങ്കിൽ എല്ലാ സാധ്യമായ കാര്യങ്ങൾ അവനക്ക് ചെയ്യാനും ചെയ്യാതിരിക്കാനും സാധ്യമാണ്. കണ്ട, ഉണ്ടാകാവുന്ന ഏത് കാര്യവും ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യൽ, അതാണ് അള്ളാഹുവിൻ്റെ ജായിസായ സിഫത്ത്. അതിൻ്റെ തദ്രീബാത്ത് തന്നെ എഴുതാം, ഉത്തരം എഴുതാം. മുസ്തഹീലായ സിഫത്ത് എന്നാൽ എന്ത് അറിയാലോ. വിപരീതം എഴുതാം, ഓപ്പോസിറ്റ് എഴുതാം. കുദ്റത്തിൻ്റെ ഓപ്പോസിറ്റ് കൗനുഹു, മുരീദിൻ്റെ ഓപ്പോസിറ്റ് ബസറിൻ്റെ ഓപ്പോസിറ്റ് കൗനുഹു, മുത്തകല്ലിമിൻ്റെ ഓപ്പോസിറ്റ്. അർത്ഥം എഴുതാം, അതിൻ്റെ താഴെയുള്ളതിൻ്റെ കൗനുഹു കാരിഹൻ, തഅദ്ദുദ്, കൗനുഹു അസമ, ഫിഅലു കുല്ലി മുംകിനിൻ ഔ തർക്കുഹു എന്നതിൻ്റെ അർത്ഥങ്ങൾ എഴുതാം. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.